ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. 2 സെറ്റ് കമ്മലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്കിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ക്രിസ്റ്റൽസ് വലിയ സൈസാണ്, പിന്നെ ഗോൾഡൻ കളർ ബീഡ്സ് കുഞ്ഞത്, ദെൻ ഇയർ ഹുക്ക്, ഐ പിൻസ്, പിന്നെ കട്ടർ ആൻഡ് പ്ലെയർ. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 2 ഡിസൈൻസാണ്. ഓൾമോസ്റ്റ് ഒരേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ബീഡ്സിൻ്റെ എണ്ണത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഐ പിൻ എടുത്തു, അതിലൊരു ഗോൾഡൻ കളർ ബീഡ് കോർത്ത ശേഷം ഒരു ക്രിസ്റ്റൽ കോർത്തു, വീണ്ടും ഒരു ഗോൾഡൻ കളർ ബീഡ് കോർത്തു. നമ്മളിനി അധികം വരുന്ന ഈ കുറച്ച് അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഐ പിന്നെ എക്സസൈസ് വരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞു. നമുക്കിതിൽ എൻഡിങ്ങിൽ ഒരു ലൂപ്പ് ഉണ്ടാക്കണം. പ്ലെയർ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ലൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഐ പിൻ ആകുമ്പോൾ ഓൾറെഡി ഒരു സൈഡിൽ ഒരു ലൂപ്പ് ഉണ്ട്. നമുക്ക് കോർത്ത് കഴിഞ്ഞിട്ട് മറ്റേ സൈഡിലും കൂടി ഒരു ലൂപ്പ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ 2 സൈഡ് ലൂപ്പായി. വീണ്ടും നമ്മൾ വേറെ ഒരു ഐ പിൻ എടുത്തിട്ട് അതിൻ്റെ ലൂപ്പ് ഒന്ന് അകത്തിയിട്ട് ഈ ലൂപ്പ് ഉണ്ടാക്കി വെച്ച കോർത്ത് വെച്ചതിൽ ഒരു എൻഡിൽ നമുക്ക് കോർക്കാം. അതേപോലെ തന്നെ മറ്റേ എൻഡിലും നമുക്കൊരു ഐ പിന്ന് കോർത്തെടുക്കാം. എന്നിട്ട് ലോക്ക് ചെയ്ത് വെക്കുക നന്നായിട്ട്. ഇനി 2 ഐ പിന്നിൻ്റെ എൻഡിങ്ങിൽ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോ ലൂപ്പ് ഉണ്ടാക്കണം. നമുക്ക് ലൂപ്പ് ഉണ്ടാക്കാം. സെയിം വേ ആണ്. പ്ലെയർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് ടേൺ ചെയ്ത് എടുക്കുക. ഫസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ അത് ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 ഐ പിന്നിലും നമ്മൾ ലൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല. ഈ രണ്ടും കൂടി ചേർത്ത് നമ്മൾ ഇയർ ഹുക്ക് ഉണ്ടല്ലോ, അതിലുള്ള അടിയിലൊരു ലൂപ്പ് ഉണ്ടാവും, അതൊന്ന് അകത്തിയിട്ട് അതിലോട്ട് കോർക്കാം. ഇനി അങ്ങനെയല്ല, ഞാനിപ്പോൾ ഡയറക്റ്റ് ഇതിലോട്ട് കോർക്കുന്നതാണ്. കുറച്ചുകൂടി നന്നായിട്ട് ഇങ്ങനെ ആടി ഇരിക്കണമെങ്കിൽ, കുറച്ചുകൂടി ലൂസായിട്ട് ഇരിക്കാൻ ഒരു ജമ്പറിങ് നമ്മുടെ വട്ടക്കണ്ണി ഉണ്ടല്ലോ, അതിൽ കോർത്ത ശേഷം ഇതിൽ കോർത്താലും മതി. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് അതിൽ കോർക്കുകയാണ്. ഇയർ ഹുക്കിൽ കോർത്ത ശേഷം നന്നായി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മുടെ കമ്മൽ റെഡിയായി. അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ റെഡിയായി. സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു കമ്മൽ. നമുക്ക് കളറിനനുസരിച്ച് മാറ്റാം കേട്ടോ. ക്രിസ്റ്റലിന് പകരം ഇഷ്ടമുള്ള കളറൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ അവസാനിച്ചു. ഇനി സെക്കൻഡ് ഡിസൈൻ നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ ഇതൊക്കെ തന്നെയാണ്. വേറെ കൂടുതലായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല. ബീഡ്സ് മാത്രം കുറച്ച്, ക്രിസ്റ്റൽ ഒരെണ്ണം കൂടുതൽ എടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. സെയിം വേ ആണ്. ഇതിൽ 2 ക്രിസ്റ്റൽ യൂസ് ചെയ്യുന്നില്ല. ഒന്ന് നമ്മൾ കോർത്തവിടെ ഇവിടെ നമ്മൾ 2 മുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ഗോൾഡൻ കളർ ബീഡും ഒരെണ്ണം കൂടുതൽ. സെയിം വേ ഇതിൽ കട്ട് ചെയ്യാനൊന്നുമില്ല. നമ്മൾ 2 എണ്ണം കോർക്കുന്ന കാരണം ഈ ഐ പിനെ കംപ്ലീറ്റ് ആയിട്ട് കവറായി. നമുക്ക് ലൂപ്പ് ഉണ്ടാക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ലൂപ്പ് ഉണ്ടാക്കുക. ഫസ്റ്റ് ഡിസൈൻ ചെയ്ത പോലെ തന്നെ നമ്മൾ 2 സൈഡിലും ഓരോ ഐ പിന്ന് കോർത്തിട്ട് അതിൽ ലൂപ്പ് ഉണ്ടാക്കുക. വീണ്ടും ഈ ഇയർ ഹുക്കിൽ ഡയറക്റ്റ് കോർക്കുക തന്നെയാണ്. അപ്പം നമുക്കങ്ങനെ ചെയ്തെടുക്കാം. ഈ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു വെച്ചതിൽ കുഞ്ഞു ക്രിസ്റ്റൽസ് ഉണ്ട്. ഞാൻ അത് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഞാൻ കരുതിയത് ഈ വലിയ ക്രിസ്റ്റൽസിന് പകരം ഈ കുഞ്ഞു ക്രിസ്റ്റൽസ് യൂസ് ചെയ്യാമെന്നായിരുന്നു എന്ന് കരുതി എടുത്തു വെച്ചതാണ്. പിന്നെ തോന്നി നമ്മൾ സിംഗിൾ ആയിട്ട് ഒരു ക്രിസ്റ്റലൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് വലുതാകുമ്പോഴല്ലേ കാണുള്ളൂ, അപ്പോൾ അതായിരിക്കും നല്ലതെന്ന് കരുതിയാണ് പിന്നെ ഞാൻ അത് മാറ്റി വെച്ചില്ല. അതുകൊണ്ടാണ് അത് അവിടെ തന്നെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ രണ്ടാമത്തെ ഡിസൈനും ഇപ്പോൾ റെഡിയായി. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഐ പിന്നിൽ നമ്മൾ ലൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ വളയുകയൊക്കെ ചെയ്യും. അതൊക്കെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്ലെയർ വെച്ചിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യും.
അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുമ്പോൾ ഭംഗി, നമ്മൾ ചെയ്യുമ്പോൾ തന്നെ വളയാതെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പോഴാണ് ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ 2 ഡിസൈനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ, കമൻസ് എല്ലാം എഴുതി അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.